ഹായ് ഓൾ, എല്ലാവർക്കും ഇൻ ലൈഫ് EdU അക്കാദമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള 2 ചോദ്യങ്ങളും അതുമായി റിലേറ്റ് ചെയ്ത ഫാക്ടേഴ്സുമായിരുന്നു. ആ വീഡിയോ കാണാത്തവരെ കണ്ടു നോക്കണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇതിൽ വരുന്ന 3ാമത്തെ ചോദ്യം, പേയി വിത്ത് റെസ്പെക്ട് ടു ഓപ്ഷൻസ് വരുന്നത് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്, ടാക്സ് പ്ലാനിംഗ്, ടാക്സ് ഇവേഷൻ, ടാക്സ് അവോയ്ഡൻസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടേമാണ് പേയി. പേയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേ അസ് യു ഏൺ. എന്താണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് നോക്കാം. Advance tax is the income tax that is paid in advance instead of lump sum payment at year end. It is the tax that you pay as you earn. These payments have to be made in installments as per due dates provided by the income tax department. ഓരോ വർഷത്തിൻ്റെയും എൻഡിലായിരിക്കും നമ്മൾ ഇൻകം ടാക്സ് പേ ചെയ്യുന്നത്. അതിനു പകരം അഡ്വാൻസ് ആയിട്ട് ഇൻകം ടാക്സ് പേ ചെയ്യുന്നതിനെയാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടാക്സ് ദാറ്റ് യു പേ അസ് യു ഏൺ. അതായത് ഏത് വർഷമാണോ നമുക്ക് വരുമാനം ലഭിച്ചത് ആ വർഷം തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്നതിനെയാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഓരോ വർഷത്തിൻ്റെ എൻഡിലും ലംസം പേയ്മെൻറ്റിന് പകരം അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്നതിനെയാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്ത ഡ്യൂ ഡേറ്റ്സിൽ ഈ പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് പേ ചെയ്യാവുന്നതാണ്. അടുത്തതാണ് പേയി. പേയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേ അസ് യു ഏൺ. എന്താണ് പേയി എന്ന് നോക്കാം. The tax and revenue agencies of many countries employ the pay as you earn system, in which money is deducted from paycheck by the employer and remitted to the government with a regular paycheck as they earned. Many countries-ൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ ഏജൻസിയും ഫോളോ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സിസ്റ്റമാണ് പേ അസ് യു ഏൺ. എത്രയാണോ ടാക്സ് പേ ചെയ്യേണ്ടത് ആ എമൗണ്ട് എംപ്ലോയറുടെ പേ ചെക്കിന് ഡിഡക്റ്റ് ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് റെമിറ്റ് ചെയ്യുന്നു. അതിനെയാണ് പേ അസ് യു ഏൺ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, പേയി റെഫേഴ്സ് ടു എ റീപേയ്മെൻറ്റ് ഓർ വിത്ത് ഹോൾഡിംഗ്സ് സ്കീം ദാറ്റ് ഇൻക്രിമെൻ്റലി മേക്സ് ഡിഡക്ഷൻസ് ആസ് പേ ചെക്സ് ആർ റിസീവ്ഡ്. തേർഡ് വൺ, ഫോർ ഇൻകം ടാക്സ് വിത്ത് ഹോൾഡിംഗ്സ് employees that elect automatic withholdings, see prepayments made to federal and or state taxing authorities with each paycheck. Those who over withhold get a tax refund at the end of the year. Last one, in reference to student loans, payee takes out 10% of discretionary income as it is earned and generally lasts up to 20 years. അടുത്തത് നമ്മൾ നോക്കുന്നതാണ് ടാക്സ് പ്ലാനിംഗ്. എന്താണ് ടാക്സ് പ്ലാനിംഗ്? ടാക്സ് പ്ലാനിംഗ് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് അവർ ഫിനാൻഷ്യൽ പ്ലാനിംഗ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി അഡോപ്റ്റഡ് ബൈ എവറി സിറ്റിസൺ ടു റിഡ്യൂസ് ദെയർ ടാക്സ് ബേർഡൻ. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ വരുന്ന ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള പാർട്ടാണ് ടാക്സ് പ്ലാനിംഗ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. എല്ലാ സിറ്റിസൺസും അവരുടെ ടാക്സ് ബേർഡൻ റെഡ്യൂസ് ചെയ്യാനും മിനിമൈസ് ചെയ്യാനും വേണ്ടി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ടാക്സ് പ്ലാനിംഗ്. എഫിഷ്യൻറ്റ് ടാക്സ് പ്ലാനിംഗ് എനേബിൾസ് us to reduce our tax liability to the minimum. This is done by justifiably taking advantage of all permissible deductions, allowances, concessions, exemptions, rebates and exclusions which are available as per statute. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏതൊരു ടാക്സ് പ്ലാനിങ്ങും ഏതൊരു സിറ്റിസൺസിൻ്റെയും ടാക്സ് ലയബിലിറ്റി മിനിമമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ കൈൻഡ് ഓഫ് അഡ്വാൻറ്റേജസും ടേക്ക് ചെയ്തതിന് ശേഷമാണ് ടാക്സ് പ്ലാനിങ് അപ്ലൈ ചെയ്യുന്നത്. അതായത് പെർമിസിബിൾ ഡിഡക്ഷൻസ്, അലവൻസസ്, കൺസെഷൻസ്, എക്സംഷൻസ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ടാക്സ് പ്ലാനിങ്. ഇത്തരം ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ടാക്സ് പ്ലാനിങ് അപ്ലൈ ചെയ്തിട്ട്
ടാക്സ് ലയബിലിറ്റി അവിടെ മിനിമൈസ് ചെയ്യുന്നു. ടാക്സ് പ്ലാനിംഗ് ഈസ് റിയലി വാല്യുവബിൾ ബിക്കോസ് ടാക്സ് ലോസ് ആർ ചേഞ്ചിങ് എവറി ഇയർ. ന്യൂ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ടാക്സ് ലോസ് എവറി ഇയർ. അതായത് ടാക്സ് പ്ലാനിങ് വാല്യുവബിൾ ആണ്. എന്തുകൊണ്ടാണ് ടാക്സ് പ്ലാനിങ് വാല്യുവബിൾ ആണെന്ന് പറയുന്നത്? കാരണം ടാക്സ് ലോസും റൂൾസും റെഗുലേഷൻസും എല്ലാ ഇയറിലും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് വാല്യുവബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ടാക്സ് പ്ലാനിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് ഇൻ്റലിജൻറ്റ് അപ്ലിക്കേഷൻ ഓഫ് എക്സ്പേർട്സ് നോളേജ് ഓൺ ടാക്സ് ലോസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻ ടു അച്ചീവ് മാക്സിമം ടാക്സ് ബെനഫിറ്റ് ടു എവറി ഇൻഡിവിജ്വൽ. ഓരോ ഇൻഡിവിജ്വലിനും ടാക്സ് ബേർഡൻ മിനിമൈസ് ചെയ്യാനും കൂടാതെ ടാക്സ് ബെനഫിറ്റ് മാക്സിമം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയും ടാക്സ് ലോസിലും റൂൾസിലും കൂടാതെ റെഗുലേഷനിലുമുള്ള എക്സ്പേർട്സ് നോളേജിൻ്റെ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനെയാണ് ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്ഡേറ്റ് നോളേജ് ഓഫ് ടാക്സ് ലോസ് സർക്കുലേഴ്സ് ഇഷ്യൂഡ് ബൈ CBDT ഫ്രം ടൈം ടു ടൈം. കേസസ് ലോസ് ഇൻ ഫോം ഓഫ് ഡിസിഷൻസ് ആർ എസെൻഷ്യൽ ഫോർ എ ടാക്സ് പ്ലാനിംഗ്. അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള നോളേജും ടാക്സ് ലോസും അതുപോലെ തന്നെ റൂൾസും റെഗുലേഷൻസും സർക്കുലാർസൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് CBDT ആണ്. ഇതൊക്കെ ടാക്സ് പ്ലാനിങ്ങിന് ഏറ്റവും കൂടുതൽ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടാക്സ് പ്ലാനിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റി to maximize tax benefit, which can be done by making use of beneficial sections regarding rebates, relief, exemptions, etc. so as to minimize tax liability. ടാക്സ് പ്ലാനിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിബേറ്റ്സും റിലീഫും എക്സെപ്ഷൻസും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടാക്സ് ബെനിഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും കൂടാതെ ടാക്സ് ലയബിലിറ്റി മിനിമൈസ് ചെയ്യാനുമുള്ള ഒരു ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയെയാണ് നമ്മൾ ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ടാക്സ് പ്ലാനിംഗ് ഷുഡ് നോട്ട് ബി ഡൺ വിത്ത് ഇൻറ്റൻറ്റ് ടു ഡിഫ്രോഡ് ദ റവന്യൂ. All transactions entered into by an assessee could be legally correct. It does not imply taking undue advantages of loopholes in tax laws or evading tax liability. ടാക്സ് പ്ലാനിങ് ഒരിക്കലും ഇല്ലീഗൽ അല്ല. ടാക്സ് പ്ലാനിങ് ലീഗലായിട്ടുള്ള ഒരു ആക്ഷനാണ്. ടാക്സ് പ്ലാനിങ് ഒരിക്കലും റവന്യൂവിനെ ഡിഫ്രോഡ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ല. Tax planning is defined as a method used by a taxpayer to reduce his burden of tax in a legal manner. അതായത് ഒരു വ്യക്തിക്കുണ്ടാവുന്ന ടാക്സ് ബേർഡനെ ലീഗലായിട്ട് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ലീഗലായിട്ട് റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് ആക്ട് പ്രൊവൈഡ്സ് ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം in respect of profits of a newly established industrial undertakings in industrially backward state. Some of the provisions are ഇതിൽ പറയുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ കുറച്ച് ഡിഡക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. നെക്സ്റ്റ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റീസ് പ്രൊവൈഡഡ് അണ്ടർ സെക്ഷൻ 10 subsection 15. Interest on such securities is fully exempt from tax. Third one exemptions under section 10A, 10B, 10BA. Next one choice of accounting system. Last one choice of organization. ഈ ഡിഡക്ഷൻസ് പറയുന്നത് ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിനാണ്. മാത്രമല്ല ഇത് ഇൻഡസ്ട്രിയലി ബാക്ക്വേർഡ് സ്റ്റേറ്റിനായിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് റൂൾസ് ഓഫ് ടാക്സ് പ്ലാനിംഗ് ആണ്. ടാക്സ് പ്ലാനിങ്ങിൽ വരുന്ന റൂൾസ്. ഇതിൽ വരുന്ന ഒന്നാമത്തെ സ്പ്രെഡ് ദ ടാക്സബിൾ ഇൻകം എമംഗ് വേരിയസ് മെമ്പേഴ്സ് ഓഫ് ഫാമിലി. സെക്കൻഡ് വൺ ടേക്ക് ഫുൾ അഡ്വാൻറ്റേജ് ഓഫ് ടാക്സ് എക്സംഷൻസ് അവൈലബിൾ അണ്ടർ ദ ലോ. തേർഡ് വൺ ടേക്ക് ഫുൾ അഡ്വാൻറ്റേജ് ഓഫ് പെർമിസിബിൾ ടാക്സ് ഡിഡക്ഷൻ and rebates available on stipulated tax saving investments. Next one make optimum use of tax exempted incomes. Next one simple tax planning is smart tax planning. Last one proper understanding and use of tax rules will help to handsome tax savings.
അടുത്ത ടോപ്പിക്കാണ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിംഗ്. എന്താണ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിംഗ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് റെഡ്യൂസിംഗ് ടാക്സ് ലയബിലിറ്റീസ് ഓൺ എ രജിസ്റ്റേർഡ് കമ്പനി. It provides strategies that are significant in minimizing taxes. The common ways to do this includes taking deductions on business transport, health insurance of employees, office expenses, retirement planning, child care, charitable contributions, etc. A company can substantially reduce its tax burden in a legal way. രജിസ്റ്റേർഡ് കമ്പനികൾക്ക് ടാക്സ് ബേർഡൻ മിനിമൈസ് ചെയ്യാനും അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യാനുമുള്ള ഒരു വേയിനെയാണ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന കോമൺ വേയ്സ് ആണ്, അതായത് രജിസ്റ്റേർഡ് കമ്പനികൾക്ക് ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള വേയ്സ് ആണ് ബിസിനസ് ട്രാൻസ്പോർട്ടിൽ വരുന്ന ഡിഡക്ഷൻസ്, കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ് ഓഫ് എംപ്ലോയീസ്, ഓഫീസ് എക്സ്പെൻസസ്, റിട്ടയർമെൻറ്റ് പ്ലാനിങ്, ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസ്, കൂടാതെ ചൈൽഡ് കെയർ. മാത്രമല്ല രജിസ്റ്റേർഡ് കമ്പനികൾക്ക് ഒരു ലീഗൽ വേയിലൂടെ ടാക്സ് ബേർഡൻ മിനിമൈസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിംഗ്. ഇനി നമുക്ക് ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ വരുന്ന ഒന്നാമത്തെ പോയിന്റ്, അസസി ക്യാൻ അവെയിൽ ദി ബെനിഫിറ്റ് ഓഫ് റിലീഫ്, ഡിഡക്ഷൻസ് ആൻഡ് റിബേറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് റിട്ടേൺ. This cannot be claimed at the time of appeal. Second one, companies' law and other laws narrow down the scope for tax avoidance and tax evasion. It helps to drive the taxpayers to a situation where the person will be free from all severe penal consequences. So, tax planning is more reliable. Third one, in order to encourage the programs of public interest and good for civilized society, the government provides various incentives in the tax laws. Next one, progressive rate of tax exists to an individual and Hindu undivided family, assessee which result in payment of more tax. If income is increased, then it necessitates the devotion of adequate time on tax planning. Next one, tax planning enables companies to make proper expenses planning, capital budgeting planning, sales promotion planning, etc. to reduce the tax, especially during inflation. അടുത്ത ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ടാക്സ് പ്ലാനിങ്. ഇതിൽ 6 ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ വരുന്ന ഒന്നാമത്തെ ഫാക്ടറാണ് tax planning should be resorted at the source of income. Second one, choice of an organization. Third one, the choice of location of business. Fourth one, residential status of a person. Fifth one, choice to buy or lease the asset. Sixth one, capital structure decision also plays a major role. അടുത്തത് പ്രിക്വേഷൻസ് ഇൻ ടാക്സ് പ്ലാനിങ്. ഇതിലൊരു 9 പോയിന്റ്സ് വരുന്നുണ്ട്. ആദ്യത്തെ ത്രൂ നോളേജ്, സെക്കൻഡ് വൺ അനാലിസിസ്, തേർഡ് വൺ ഡ്യൂ അറ്റൻഷൻ, ഫോർത്ത് വൺ ടാക്സ് ലോസ്, ഫിഫ്ത്ത് വൺ ടാക്സ് അവോയ്ഡൻസ്, സിക്സ്ത് വൺ ഡിക്രി ഓഫ് ദ കോർട്ട്, സെവൻത്ത് വൺ റീഡ് ഓൾ പ്രൊവിഷൻസ്, എയ്ത്ത് വൺ പ്രപ്പോസ്ഡ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, നയൻത്ത് വൺ ഫ്ലെക്സിബിലിറ്റി. ടാക്സ് പ്ലാനിങ് ചെയ്യുമ്പോൾ അസസി എടുക്കേണ്ട പ്രിക്വേഷൻസ് ആണ് ഈ പറഞ്ഞത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടാക്സ് മാനേജ്മെൻറ്റ്. എന്താണ് ടാക്സ് മാനേജ്മെൻറ്റ് എന്ന് നോക്കാം. ടാക്സ് മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇൻറ്റേർണൽ പാർട്ട് ഓഫ് ടാക്സ് പ്ലാനിങ്. ഇറ്റ് ടേക്സ് നെസസറി പ്രിക്വേഷൻസ് ടു കംപ്ലൈ വിത്ത് ദ ലീഗൽ ഫോർമാലിറ്റീസ് ടു അവെയിൽ ദ ടാക്സ് എക്സംഷൻസ്, ഡിഡക്ഷൻസ്, റിബേറ്റ്സ് ഓർ റിലീഫ് ആസ് ആർ കണ്ടംപ്റ്റ്സ് ഇൻ ദ സ്കീം ഓഫ് ടാക്സ് പ്ലാനിങ്. ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഒരു ഇൻറ്റേർണൽ പാർട്ടാണ് ടാക്സ് മാനേജ്മെൻറ്റ്. ടാക്സ് എക്സംഷൻസ് കിട്ടാനും അതുപോലെ തന്നെ ടാക്സ് ഡിഡക്ഷൻസും റിബേറ്റ്സും റിലീഫും കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ലീഗൽ ഫോർമാലിറ്റീസിനെയാണ് ടാക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ടാക്സ് മാനേജ്മെൻറ്റ് ഈസ് റിക്വയർഡ് ബൈ എവറി ഇൻഡിവിജ്വൽ, ബിസിനസ് എക്സെട്ര. ഇറ്റ് ഇൻവോൾവ്സ് മേക്കിംഗ് ഷുവർ ദാറ്റ് വെൻ ദ ടാക്സ് പ്ലാൻ ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ടാക്സ് ലോസ് ആൻഡ് റെഗുലേഷൻസ്.
ഏതൊരു ഇൻഡിവിജ്വലിനും ബിസിനസ്സിനും റിക്വയർ ചെയ്യുന്ന ഫംഗ്ഷനാണ് ടാക്സ് മാനേജ്മെൻറ്റ്. ടാക്സ് മാനേജ്മെൻറ്റിൽ എന്താണ് പറയുന്നത്? ടാക്സ് പ്ലാന് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. എങ്ങനെയായിരിക്കണം ടാക്സ് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? അത് ടാക്സ് ലോസിൻ്റെയും റെഗുലേഷൻസിനെയും അനുസരിച്ചായിരിക്കണം. ടാക്സ് മാനേജ്മെൻറ്റ് ട്രൈസ് ടു അവോയ്ഡ് ദ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഫീസ് ഫോർ നോട്ട് അബൈഡിങ് ബൈ ദ ടാക്സ് ലോസ് ആൻഡ് റെഗുലേഷൻസ്. പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഫീസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ടാക്സ് മാനേജ്മെൻറ്റ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ടാക്സ് മാനേജ്മെൻറ്റ് കവേഴ്സ് ദ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. ടാക്സ് മാനേജ്മെൻറ്റ് പാസ്റ്റിനെയും പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും കവർ ചെയ്യുന്നുണ്ട്. ദിസ് ഇൻക്ലൂഡ്സ് ട്രാക്കിംഗ് പാസ്റ്റ് സെയിൽസ്, ഡിഡക്ഷൻസ്, അസറ്റ് ആൻഡ് മോർ, മേക്കിംഗ് കറണ്ട് ടാക്സ് പേയ്മെൻറ്റ്സ് ആൻഡ് പ്രിപ്പയറിംഗ് ടാക്സ് ഡോക്യുമെൻറ്റ്സ് ഫോർ എനി ഫ്യൂച്ചർ പേയ്മെൻറ്റ്സ് ദാറ്റ് മസ്റ്റ് ബി മെയ്ഡ്. നമ്മൾ പറഞ്ഞു ടാക്സ് മാനേജ്മെൻറ്റ് പാസ്റ്റിനെയും പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇതിൽ വരുന്നതാണ് പാസ്റ്റ് സെയിൽസ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നു, ഡിഡക്ഷൻസ്, അതുപോലെ തന്നെ അസറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ ടാക്സ് മാനേജ്മെൻറ്റ് ട്രാക്ക് ചെയ്യുന്നു. കൂടാതെ കറണ്ട് ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുന്നു. മാത്രമല്ല ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ള ടാക്സ് ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ടാക്സ് മാനേജ്മെൻറ്റ് പാസ്റ്റിനെയും പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും കവർ ചെയ്യുന്നു എന്ന് പറയുന്നത്. Last one, tax management plays a vital role in claiming allowances, deductions and tax exemptions by complying with the required conditions. അതായത് അലവൻസ് ക്ലെയിം ചെയ്യാനും ഡിഡക്ഷൻസും ടാക്സ് എക്സംഷൻസും ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി ടാക്സ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ തന്നെ വഹിക്കുന്നുണ്ട്. അടുത്ത ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സ് മാനേജ്മെൻറ്റ്. ടാക്സ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് 4 ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തെ കംപ്ലൈൻസ് വിത്ത് ലീഗൽ ഫോർമാലിറ്റീസ്. സെക്കൻഡ് വൺ സേവിങ് ഫ്രം പെനാൽറ്റീസ് ആൻഡ് പ്രോസിക്യൂഷൻ. തേർഡ് വൺ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് വേരിയസ് ടാക്സ് ഇൻസെൻറ്റീവ്സ് ആൻഡ് ഡിഡക്ഷൻസ്. ലാസ്റ്റ് വൺ റിവ്യൂ ഓഫ് ഓർഡേഴ്സ്. ഇതൊക്കെയാണ് ടാക്സ് മാനേജ്മെൻറ്റിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ്. അടുത്തത് ഫങ്ഷൻസ് ഓഫ് ടാക്സ് മാനേജ്മെൻറ്റ്. ടാക്സ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്. ഇതിൽ വരുന്ന ഒന്നാമത്തെ ഫങ്ഷനാണ് കമ്പൈലിംഗ് ആൻഡ് പ്രിസർവിംഗ് ഡാറ്റ ആൻഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എവിഡൻസിംഗ് ട്രാൻസാക്ഷൻസ്, ക്ലെയിംസ് എക്സെട്ര. സെക്കൻഡ് വൺ മേക്കിംഗ് ടൈംലി പേയ്മെൻറ്റ് ഓഫ് ടാക്സസ്. തേർഡ് വൺ TDS ആൻഡ് TCS കംപ്ലൈൻസ്. ഫോർത്ത് വൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആൻഡ് സെൽഫ് അസസ്മെൻറ്റ്. ഫിഫ്ത്ത് വൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആൻഡ് ഡിമാൻഡ്. സിക്സ്ത് വൺ മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ്. സെവൻത്ത് വൺ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ്. ലാസ്റ്റ് വൺ പേയ്മെൻറ്റ് ഓഫ് സെസ്, ഡ്യൂട്ടി ഓർ ഫീസ്, ബോണസ് ആൻഡ് കമ്മീഷൻ ടു എംപ്ലോയീസ്. ഇതൊക്കെയാണ് ടാക്സ് മാനേജ്മെൻറ്റിൽ വരുന്ന ഫങ്ഷൻസ്. അടുത്തത് ടാക്സ് മാനേജ്മെൻറ്റിൻ്റെ പ്രൊസീജിയറൽ റിക്വയർമെൻറ്റ്സ് ആണ്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ടൈംലി ഫയലിംഗ് ഓഫ് റിട്ടേൺസ്. സെക്കൻഡ് വൺ documentation and maintenance of tax files. Third one responding to notices received from the authorities. Fourth one preserving a record for the prescribed number of years. Fifth one mentioning PAN etc. at appropriate places. Sixth one documentation and maintenance. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടാക്സ് ഇവേഷൻ. ടാക്സ് ഇവേഷൻ എന്താണെന്ന് നോക്കാം. It involves breaking the law, not paying one's taxes where the law clearly state that they must be paid. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോ നമ്മൾ ബ്രേക്ക് ചെയ്യുക. ടാക്സ് പേ ചെയ്യുക എന്നത് ഒരു നിയമമാണല്ലോ. അപ്പോൾ ടാക്സ് പേ ചെയ്യാതിരിക്കുക എന്നത് ആ നിയമത്തെ ബ്രേക്ക് ചെയ്യലാവും. അതുകൊണ്ട് തന്നെ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള നിയമം ബ്രേക്ക് ചെയ്യലാണ്. Tax evasion is a method by which a person illegally reduces his tax burden by either deflating their income or inflating their expenses. എങ്ങനെയായിരിക്കും ഈ ലോ ബ്രേക്ക് ചെയ്യുന്നത്? ടാക്സ് ഇവേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വ്യക്തി ഇല്ലീഗലി ടാക്സ് ബേർഡൻ അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ്. അത് എങ്ങനെയായിരിക്കും അയാൾ ചെയ്യുന്നത്? എയ്തർ ഡിഫ്ലേറ്റിംഗ് ദെയർ ഇൻകം ഓർ ഇൻഫ്ലേറ്റിംഗ് ദെയർ എക്സ്പെൻസസ്. അതായത് അയാളുടെ ഇൻകം കമ്മിയാക്കി കാണിക്കുകയും കൂടാതെ എക്സ്പെൻസസ് ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ടാക്സ് ബേർഡൻ റെഡ്യൂസ് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. Both deflating the income and inflating the expenses have the same impact that the profit get reduced as a result of which the tax burden also get reduced. അതായത് ഇൻകത്തിനെ ഡിഫ്ലേറ്റ് ചെയ്ത് കാണിക്കുകയും എക്സ്പെൻസസിനെ ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? അവിടെ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ്സ് അവിടെ റെഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്നു. മാത്രമല്ല ഇങ്ങനെ പ്രോഫിറ്റ്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടാക്സ് ബേർഡനും അവിടെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. It is the application by the taxpayer of illegal or fraudulent means to defeat or lessen the payment of tax. ഇങ്ങനെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എത്രയാണോ ടാക്സ് എമൗണ്ട് പേ ചെയ്യേണ്ടത് ആ എമൗണ്ടിൽ അവിടെ ഒരു ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാക്സ് ഇവേഷൻ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയും ഫ്രോഡുലൻറ്റ് ആക്ടിവിറ്റിയുമാണെന്ന് തന്നെ പറയാം. It is a situation where a person tries to reduce his tax liability by deliberately suppressing the income or by inflating the expenditure, which result into showing of income lower than the actual and resorting to various type of deliberate manipulations. ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി ഡെലിബറേറ്റ്ലി ചെയ്യുന്നതാണ്. അതായത് മനഃപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഇൻകം കുറച്ച് കാണിക്കുകയും എക്സ്പെൻഡിച്ചർ അധികമായി കാണിക്കുകയും ചെയ്യുകയാണ്. ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന ആക്ച്വൽ ഇൻകം എത്രയാണ് ആ ആക്ച്വൽ ഇൻകത്തിനേക്കാൾ കമ്മിയാക്കി കാണിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇത് ഡെലിബറേറ്റ്ലി മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ ടാക്സ് ഇവേഷൻ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആണെന്ന് പറയാം. ടാക്സ് ഇവേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ടാക്സ് ഡോഡ്ഗിങ്. ടാക്സ് ഇവേഷന് പറയുന്ന മറ്റൊരു പേരാണ് ടാക്സ് ഡോഡ്ഗിങ് ആൻഡ് ഇറ്റ് ഈസ് പണിഷബിൾ ബൈ ലോ. ടാക്സ് ഇവേഷൻ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ ടാക്സ് ഇവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പണിഷബിൾ ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് അവോയ്ഡൻസ് ഈസ് ദ എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദ ടാക്സ് പെയർ ഓഫ് ലീഗലി പെർമിസിബിൾ ആൾട്ടർനേറ്റീവ് ടാക്സ് റേറ്റ്സ് or methods of assessing taxable property or income in order to avoid or reduce tax liability. Tax avoidance is taking the advantage of any loopholes in the law. Exploitation loopholes in the taxation laws in order to escape from taxation or reduce tax liability are also deemed as tax avoidance. It is also called tax minimization. Tax avoidance is a part of tax planning. Tax avoidance is 100% legal. എന്താണ് ടാക്സ് അവോയ്ഡൻസിൽ പറയുന്നത്? ടാക്സ് പ്ലാനിങ്ങിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് അവോയ്ഡൻസ് 100% ലീഗലാണ്. ടാക്സ് അവോയ്ഡൻസിന് പറയുന്ന മറ്റു പേരാണ് ടാക്സ് മിനിമൈസേഷൻ. ലീഗലി ടാക്സ് ബേർഡൻ റെഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റിയെയാണ് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ടാക്സ് ബേർഡൻ റെഡ്യൂസ് ചെയ്യാനും അതിനെ അവോയ്ഡ് ചെയ്യുന്നതിനും വേണ്ടി ടാക്സ് പെയർ ലീഗലി പെർമിസിബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് ടാക്സ് റേറ്റ്സിനെയും മെത്തേഡ്സ് ഓഫ് അസസിങ് ടാക്സബിൾ പ്രോപ്പർട്ടി ഓഫ് ഇൻകത്തിനെയും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെയാണ് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ചോദ്യവും അതുമായി റിലേറ്റ് ചെയ്ത ഫാക്ടേഴ്സുമാണ്. ടാക്സ് പ്ലാനിങ്, ഇവേഷൻ, അവോയ്ഡൻസ്, മാനേജ്മെൻറ്റ്, ഈ 4 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കംപ്ലീറ്റ് നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിനു മുന്നേ ചെയ്ത വീഡിയോ കാണാത്തവരെ കണ്ടു നോക്കണം. കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക്